അപ്പോൾ നമ്മൾ ഡീബ്രോയി ഹൈപ്പോത്തിസിസും അതിൻ്റെ ആദ്യത്തെ എക്സ്പെരിമെൻ്റൽ കൺഫർമേഷൻ എന്ന നിലയിൽ ഡേവിസൺ ജർമർ എക്സ്പെരിമെൻറ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഡീബ്രോയി ഹൈപ്പോത്തിസിസിൻ്റെ മറ്റൊരു എക്സ്പെരിമെൻ്റൽ കൺഫർമേഷനാണ് തോംസൺസ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് തോംസൺസ് എക്സ്പെരിമെൻറ്റ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അതേപോലെ തന്നെ ഡേവിസൺ ജർമർ എക്സ്പെരിമെൻറ്റിലും തോംസൺസ് എക്സ്പെരിമെൻറ്റിലും ഇലക്ട്രോൺ ഡൈഫ്രാക്ഷൻസ് ആണ് നടക്കുന്നത്. അതിനോട് നമ്മൾ ന്യൂട്രോൺ അതേപോലെ പ്രോട്ടോൺ തുടങ്ങിയ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടുള്ള ഡൈഫ്രാക്ഷനും കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ജി.പി. തോംസൺ, ജോർജ് പാഗറ്റ് തോംസൺ. ഹി വാസ് എ ബ്രിട്ടീഷ് ഫിസിസിസ്റ്റ് and a Nobel laureate in physics, recognized for his discovery of the wave properties of the electron by electron diffraction. അതായത് ഇലക്ട്രോണിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേവ് പ്രോപ്പർട്ടി ഇലക്ട്രോൺ ഡൈഫ്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിച്ച അതിന് നൊബേൽ പ്രൈസ് നേടിയ സയൻറ്റിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് ഫിസിസിസ്റ്റാണ് ജോർജ് പാഗറ്റ് തോംസൺ, ജി.പി. തോംസൺ. നൗ എന്തായിരുന്നു ജി.പി. തോംസണിൻ്റെ എക്സ്പെരിമെൻ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ദ വേവ് നേച്ചർ ഓഫ് മാറ്റർ വാസ് ഫസ്റ്റ് എക്സ്പെരിമെൻ്റലി ഡെമോൺസ്ട്രേറ്റഡ് ബൈ ഡേവിസൺ ആൻഡ് ജർമർ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഡേവിസൺ ജർമർ എക്സ്പെരിമെൻ്റ് വഴി എങ്ങനെയാണ് മാറ്ററിനെ അസോസിയേറ്റ് ചെയ്ത് വേവ് ഉണ്ട് എന്ന് വെരിഫൈ ചെയ്തത് എന്ന് പറഞ്ഞിരുന്നു. നൗ ജി.പി. തോംസൺ ഓൾസോ ഇൻഡിപെൻഡൻ്റ്ലി ടെസ്റ്റഡ് ഇറ്റ്. അപ്പോൾ ഈ ഡേവിസൺ ജർമർ എക്സ്പെരിമെൻ്റ് നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ജി.പി. തോംസൺ സ്വന്തമായി മറ്റൊരു ലാബിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ ഇലക്ട്രോണിനെ അസോസിയേറ്റ് ചെയ്ത് വേവ് നേച്ചർ കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ വേവ് നേച്ചർ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നുണ്ട്. സോ തോംസൺസ് എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് ഈസ് അനലോഗസ് ടു ലോയേഴ്സ് എക്സ്റേ ഡൈഫ്രാക്ഷൻ മെത്തേഡ്. നമ്മൾ എക്സ്റേ ഡൈഫ്രാക്ഷൻ പഠിക്കുമ്പോൾ പൗഡർ എക്സ്റേ ഡൈഫ്രാക്ഷൻ ടെക്നിക്കുകൾ പഠിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ലാവോസ് എക്സ്റേ ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എക്സ്റേ ഡൈഫ്രാക്ഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഒരു ഡൈഫ്രാക്ഷൻ നടക്കാനുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ്റേയുടെ വേവ് ലെങ്തും ഡൈഫ്രാക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണോ അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾ ഏതാണോ അതിൻ്റെ സൈസും ഒരേ ഓർഡറിലാണെങ്കിൽ മാത്രമേ ഡൈഫ്രാക്ഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, സോ അതാണ് ഡൈഫ്രാക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ എക്സ്റേ എന്ന് പറയുന്നത് ഒരു വേവ് ആണ് എന്ന് ഈ പറഞ്ഞ ലാവോ തൻ്റെ എക്സ്റേ ഡൈഫ്രാക്ഷൻ ടെക്നിക്കിലൂടെ അല്ലെങ്കിൽ എക്സ്റേയെ ഡൈഫ്രാക്റ്റ് ചെയ്തത് വഴി എക്സ്റേയുടെ ഡൈഫ്രാക്ഷൻ്റെ പാറ്റേണിൽ നിന്നും എക്സ്റേ എന്ന് പറയുന്നത് ഒരു വേവ് ആണ് എന്ന് കൺഫേം ചെയ്തിരുന്നു. അപ്പോൾ അതേ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ ജി.പി. തോംസൺ ഇലക്ട്രോൺ ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ്പെരിമെൻ്റ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. In his experiment, electron beam from the cathode C of an evacuated discharge tube is accelerated by a potential difference. അപ്പോൾ നമുക്കിവിടെ ഒരു ഇവാക്യുവേറ്റഡ് ഡിസ്ചാർജ് ട്യൂബ്, അതായത് അകത്ത് വാക്വമാണ്, ഇവാക്യുവേറ്റഡ് ആണ്. സോ അത്തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് ട്യൂബാണുള്ളത്. ഇവിടെ ഈ സി എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ കാഥോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാഥോഡിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ ബീം പുറപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോൺ ബീമിനെ കാഥോഡിൽ നിന്നും എമിറ്റ് ചെയ്യാനായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ വഴി കാഥോഡിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ആൻഡ് ദി ഇവാക്യുവേറ്റഡ് ഡിസ്ചാർജ് ട്യൂബ് ഈസ് ആക്സിലറേറ്റഡ് ബൈ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേരിയിങ് ഫ്രം 10,000 to 50,000 വോൾട്ട്. ഓക്കെ, അപ്പോൾ 10,000 തൊട്ട് 50,000 വരെയുള്ള വോൾട്ട് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഇലക്ട്രോണിനെ ഈ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ ബീം ഇവിടെ എ എന്ന് പറയുന്നത് ഒരു ട്യൂബാണ്. ഈ ട്യൂബിൽ കൂടി പോകുന്നു. സോ ഇറ്റ് ആക്ട്സ് ആസ് എ കോളിമേറ്റർ. അപ്പോൾ ഈ ഇലക്ട്രോൺ ബീമിനെ ഈ എ എന്ന് പറയുന്ന ട്യൂബ് കോളിമേറ്റ് ചെയ്ത് ഇവിടെ നമുക്കൊരു ഗോൾഡ് ഫോയിലാണ്, ഇത് എഫ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ തിൻ ഗോൾഡ് ഫോയിൽ. അതിൻ്റെ ഏകദേശം തിക്നെസ് എന്ന് പറയുന്നത് 10⁻⁻6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 10⁻⁻6 സെൻറ്റിമീറ്റർ മാത്രം വരുന്ന ഒരു ഗോൾഡ് ഫോയിലിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീം ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ട്രാൻസ്മിഷൻ നടക്കുന്നു. അതായത് അതിൽ കൂടി ആ തിൻ ഗോൾഡ് ഫോയിലിൽ കൂടി പാസ് ചെയ്ത് അങ്ങോട്ടേക്ക് അപ്പുറത്തെ വശത്തേക്ക് കടന്നു പോകുന്ന ഇലക്ട്രോൺ ബീമുകൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്ന് ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ, ഓക്കെ, ഒന്നെങ്കിൽ നമ്മളിതൊരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീൻ ആയിരിക്കും, ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്ത് ഈ എക്സ്പെരിമെൻ്റ് നടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഉണ്ടാവുന്ന പാറ്റേൺ എന്താണ് എന്ന് സ്റ്റഡി ചെയ്യുന്നു.
ഇതിൻ്റെ മറ്റൊരു ഡെമോൺസ്ട്രേഷനാണ് ഒരു ഡെമോൺസ്ട്രേഷൻ. ഇലക്ട്രോൺ ബീം ഇവിടുന്ന് പുറപ്പെടുന്നു, ഇവിടെ നമ്മുടെ ക്രിസ്റ്റൽ അതായത് ഗോൾഡ് ഫോയിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബീമുകൾ ഈ പറഞ്ഞ ഫ്ലൂറസെൻ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞ് എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ സ്ക്രീനിലുണ്ടാവുന്ന പാറ്റേൺ എന്താണ് എന്ന് സ്റ്റഡി ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ലാവോസ് തൻ്റെ എക്സ്റേ ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിലും സിമിലർ ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് അഡോപ്റ്റ് ചെയ്തത്. ഇതേപോലെ ഡൈഫ്രാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പാറ്റേൺ എന്താണെന്ന് സ്റ്റഡി ചെയ്യുന്നു. ആ പാറ്റേൺ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഈ പോയ ബീം എന്ന് പറയുന്നത് അതിന് വേവ് നേച്ചർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ പാറ്റേണിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, നൗ G.P. തോംസൺ തൻ്റെ ഇലക്ട്രോൺ ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ് നടത്തി കഴിഞ്ഞപ്പോൾ കിട്ടിയ പാറ്റേൺ എന്ന് പറയുന്നത്. സോ ദ ഫോട്ടോഗ്രാഫ് ഓഫ് ദി ഇലക്ട്രോൺ ബീം ഈസ് ആസ് ഷോൺ ഇൻ ഫിഗർ ബി. ഈ കാണിച്ചിരിക്കുന്ന ഫിഗറാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിസ്റ്റം ഓഫ് കോൺസെൻട്രിക് റിങ്. നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ എന്താണുള്ളത്, കോൺസെൻട്രിക് ആയിട്ടുള്ള റിങ്ങുകളാണ് നമുക്ക് ഈ പാറ്റേൺ ആയിട്ട് കിട്ടുന്നത്. ഈ രീതിയിലാണ് നമുക്കൊരു പാറ്റേൺ കിട്ടിയിരിക്കുന്നത്. So the pattern obtained is very similar to the pattern obtained in the X-ray diffraction experiment. ഞാൻ പറഞ്ഞു ലാവോ തൻ്റെ എക്സ്റേ ഡൈഫ്രാക്ഷൻ വളരെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ G.P. തോംസണ് ഇലക്ട്രോൺ ഉപയോഗിച്ച് ഡൈഫ്രാക്ഷൻ നടത്തിയപ്പോൾ കിട്ടിയത്. നൗ ഇനി നമ്മൾ ഡേവിസൺ ജർമർ എക്സ്പെരിമെൻറ്റ് പറഞ്ഞപ്പോൾ ഡേവിസൺ ജർമർ എക്സ്പെരിമെൻറ്റ് വഴി എങ്ങനെയാണ് ഡി ബ്രോയി ഹൈപ്പോത്തിസിസ് വെരിഫൈ ചെയ്തത്? ഡേവിസൺ ജർമർ എക്സ്പെരിമെൻറ്റ് നടത്തി അതിൽ നിന്നും ഇലക്ട്രോണിൻ്റെ വേവ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത വേവ് ലെങ്തും ഡി ബ്രോയി പ്രഡിക്റ്റ് ചെയ്ത വേവ് ലെങ്തും ഓൾമോസ്റ്റ് അല്ലെങ്കിൽ അതുവഴി ഡേവിസൺ ജർമർ ഈ പറഞ്ഞ എക്സ്പെരിമെൻ്റൽ കൺഫർമേഷൻ നടത്തിയത്. ഇവിടെ ഈ ഡി ബ്രോയി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്? നമുക്ക് ഇത്തരത്തിലൊരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ബൈ മെഷറിങ് ദ റേഡിയൈ ഓഫ് ദ റിംഗ്, ഈ റിങ്ങുകളുടെ റേഡിയസ് മെഷർ ചെയ്യുക. അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫിലിം ആൻഡ് ദ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്, അതായത് നമ്മുടെ ആ ഗോൾഡ് ഫോയിലും അതേപോലെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയുക. അതേപോലെ ദ ആംഗിൾ ഓഫ് ഡൈഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ആംഗിൾ ഓഫ് ഡൈഫ്രാക്ഷൻ എത്രയാണെന്ന് അറിയുക. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബൈ നോയിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അറ്റോമിക് പ്ലെയിൻസ് ഓഫ് ദ ഗോൾഡ് ഫിലിം, അതുപോലെ തന്നെ നമ്മൾ ഒരു ഗോൾഡിൻ്റെ ഫിലിം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് പ്ലെയിനുകൾ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആ പ്ലെയിനുകൾ നമ്മൾ വരച്ചിരുന്നു. ഓക്കെ, പാരലായിട്ടുള്ള പ്ലെയിൻസ് നമ്മൾ വരയ്ക്കും. അപ്പോൾ ഇങ്ങനെ അറ്റോമിക് പ്ലെയിനുകൾ തമ്മിലുള്ള സെപ്പറേഷൻ, ഇത്രയും പാരാമീറ്റേഴ്സ്, അതായത് റിങ്ങിൻ്റെ റേഡിയസ്, അതേപോലെ ഗോൾഡ് ഫോയിലും ഫോട്ടോഗ്രാഫിക് പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആംഗിൾ ഓഫ് ഡൈഫ്രാക്ഷൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേ വേണ്ടു നമുക്ക് ഈ റിങ്ങിൻ്റെ റേഡിയസും അതേപോലെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റും ഈ ഫിലിമും തമ്മിലുള്ള ഡിസ്റ്റൻസും അറിയാമെങ്കിൽ നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നിങ്ങളിവിടെ ഈ ഫിഗർ നോക്കിയാൽ അറിയാം. ഓക്കെ, ഈ ഡിസ്റ്റൻസ്, അതായത് ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ഈ എഫിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസും അതേപോലെ ഇപ്പോൾ ഇവിടെ റിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിങ്ങിൻ്റെ റേഡിയസും അറിയാമെങ്കിൽ ഓക്കെ നമുക്ക് ഈ പറഞ്ഞ ആംഗിൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നോക്കുക, ഇപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്നത്. ഈ ഫോയിലിൽ നിന്നും ബീമുകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബീമുകൾ സ്കാറ്റർ ചെയ്ത് ഇവിടെ ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആംഗിൾ തീറ്റ എന്നെടുക്കുകയാണ്. നമുക്ക് അറിയേണ്ടത് ഈ ഡിസ്റ്റൻസും അറിയണം, അതേപോലെ ഈ റിങ്ങിൻ്റെ റേഡിയസ് അറിയാം. റിങ്ങിൻ്റെ റേഡിയസ് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇത് ശരിക്കും എന്താണ്, ഇങ്ങനൊരു ആർക്കായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണെന്നറിയാം. ഓക്കെ, സോ നമുക്കിവിടെ ഈ ആർക്കും റേഡിയസുമാണ് അറിയുന്നത്. ആർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെ ആ റിങ്ങിൻ്റെ റേഡിയസിൽ നിന്ന് നമുക്ക് നമ്മുടെ റിങ്ങിൻ്റെ റേഡിയസിൽ നമുക്ക് കിട്ടും. അതേപോലെ ഇവിടെ എന്തുണ്ട്, ഇതെന്ന് പറയുന്നത്, ഈ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അത് റിങ്ങിൻ്റെ റേഡിയസ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടുന്ന് ആർക്ക് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് പാരാമീറ്ററുകൾ അറിയാമെങ്കിൽ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്, ഇവിടെ നോക്കിയേ, അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ, ഈ പോർഷനാണ് എടുക്കുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസ് നോക്കുക. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റും അതേപോലെ ഗോൾഡ് ഫോയിലും തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, അതാണ് നമ്മളിവിടെ ഈ പറഞ്ഞ റേഡിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ഇവിടെ എന്തുണ്ട്, ഈ ആർക്കുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഈ ആംഗിൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് സിമ്പിളി ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ആംഗിൾ എത്രയാണെന്ന് കാണാൻ വേണ്ടി പറ്റും. ഇനി ഈ ആംഗിൾ അറിയാമെങ്കിൽ തീറ്റ അറിയാം. അതേപോലെ ഈ ഗോൾഡ് ഫോയിലിൻ്റെ അറ്റോമിക് പ്ലെയിനുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണെന്ന് അറിയാമെങ്കിൽ, അപ്പോൾ തീറ്റയെ അറിയാം, തീറ്റ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. അതേപോലെ ഗോൾഡ് ഫോയിലിൻ്റെ അറ്റോമിക് പ്ലെയിനുകൾ തമ്മിലുള്ള സെപ്പറേഷൻ അറിയാമെങ്കിൽ ഇവിടുത്തെ വേവ് ലെങ്ത് ഓഫ് ദ ഡൈഫ്രാക്റ്റഡ് ബീം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ G.P. തോംസൺ ഈ ഇലക്ട്രോൺ ബീമിൻ്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തത്. എഗെയിൻ G.P. തോംസൺ കാൽക്കുലേറ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്തും അതേപോലെ ഡി ബ്രോയി തൻ്റെ ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ച് പ്രഡിക്റ്റ് ചെയ്ത വേവ് ലെങ്തും എന്താണ്, എക്സാക്ട്ലി സെയിം ആയിരുന്നു. സോ ദിസ് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ക്ലിയർലി ഡെമോൺസ്ട്രേറ്റ്സ് ദ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നൗ എന്താണ് നമ്മുടെ തോംസൺസ് എക്സ്പെരിമെൻറ്റും ഡേവിസൺ ജർമർ എക്സ്പെരിമെൻറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? നിങ്ങൾ ഡേവിസൺ ജർമർ എക്സ്പെരിമെൻറ്റ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ് വിച്ച് ഇൻവോൾവ്സ് ഡൈഫ്രാക്ഷൻ ബൈ സ്കാറ്ററിംഗ് ആണ്. അതായത് ഒരു മെറ്റീരിയലിലേക്ക് ഈ പറഞ്ഞ ഇലക്ട്രോൺ ബീം വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇൻസിഡൻറ്റ് ചെയ്യുന്ന ബീം സ്കാറ്റർ ചെയ്യപ്പെടുന്നു. സ്കാറ്റർ ചെയ്ത ബീമിൻ്റെ ഡൈഫ്രാക്ഷൻ വഴിയാണ്, അതാണ് ഡേവിസൺ ജർമർ എക്സ്പെരിമെൻറ്റിലുള്ളത്. അതേസമയം തോംസൺസ് എക്സ്പെരിമെൻറ്റിൽ എന്താണ്, ഇവിടെ നമ്മൾ കണ്ടത് ഗോൾഡ് ഫോയിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന ബീമുകളുടെ ഡൈഫ്രാക്ഷൻ വഴി ഫോം ചെയ്യുന്നതാണ് തോംസൺസ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, സോ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തോംസൺസ് എക്സ്പെരിമെൻറ്റ് is an experimental technique which involves diffraction by transmission, where Davison-Germer experiment involves the diffraction by scattering. Okay. Now, അപ്പോൾ ഓർക്കുക, ഇത്തരത്തിലുള്ള ഒരു റിങ്, ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ വേവ് നേച്ചർ ഓഫ് ദി ബീം. ഒരു ബീമിൻ്റെ വേവ് നേച്ചറാണ് ഇങ്ങനെയുള്ള കോൺസെൻട്രിക് ആയിട്ടുള്ള റിങ്ങുകൾ ഉള്ളൊരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റേ ഡൈഫ്രാക്ഷനിൽ ഓൾറെഡി ഇത്തരത്തിലുള്ള റിങ്ങുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോൺസെൻട്രിക് റിങ്ങുകൾ സൂചിപ്പിക്കുന്നത് ഏത് ബീമാണോ ഡൈഫ്രാക്ഷൻ നടന്നത് ആ ബീം എന്ന് പറയുന്നത്, ഡൈഫ്രാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അത് വേവ് ആയിരിക്കണം. സോ ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സോഴ്സിൽ നിന്നും പുറപ്പെട്ട ബീം എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് സം വേവ് നേച്ചർ. നൗ, അപ്പോൾ ഡി ബ്രോയി ഹൈപ്പോത്തിസിസിൻ്റെ 2 എക്സ്പെരിമെൻ്റൽ കൺഫർമേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എക്സ്പെരിമെൻറ്റ് വഴി തൻ്റെ ഹൈപ്പോത്തിസിസ് കൺഫേം ചെയ്യപ്പെട്ടു. അങ്ങനെ ഡി ബ്രോയി വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഇൻ 1929. അതേപോലെ നമ്മുടെ ഡേവിസൺ ജർമർ, അതിൽ ഡേവിസണും നമ്മളിപ്പോൾ പറഞ്ഞ തോംസൺസ് എക്സ്പെരിമെൻറ്റ് പറഞ്ഞ G.P. തോംസണും, ഇവർക്ക് 2 പേർക്കും 1937 ഇതിന് നോബൽ പ്രൈസ് കിട്ടി. ഇനി നമ്മളിതിനകത്ത് പറഞ്ഞിരുന്നു, നമ്മൾ ഇലക്ട്രോണിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ കണ്ടുപിടിച്ചത് J.J. തോംസൺ ആണ്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള G.P. തോംസൺ ആണ് ഈ എക്സ്പെരിമെൻറ്റ് വഴി എന്ത് ചെയ്തത്, ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ കണ്ടുപിടിച്ചത്. സോ ഇതൊരു ബുക്കാണ്, എ ഹിസ്റ്ററി ഓഫ് ദി ഇലക്ട്രോൺ, ഓതേർഡ് ബൈ J.J. തോംസൺ ആൻഡ് G.P. തോംസൺ. ഓക്കെ, അപ്പം ഇതിനകത്തെ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോൺ J.J. തോംസൺ 1897 കണ്ടുപിടിക്കുന്നു. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് 1906 കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള G.P. തോംസൺ 1927 ഇലക്ട്രോൺ അസോസിയേറ്റ് ചെയ്ത് വേവ് നേച്ചർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അതിന് അദ്ദേഹം 1937 നോബൽ പ്രൈസ് കിട്ടുന്നു. ഓക്കെ, സോ ഫാദർ ആൻഡ് സൺ ഇലക്ട്രോണിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ കണ്ടുപിടിച്ചതിനും അതേപോലെ വേവ് നേച്ചർ കണ്ടുപിടിക്കുന്നതിനും നോബൽ പ്രൈസ് കിട്ടുകയാണ് ചെയ്തത്. ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. ആൻഡ് ഇൻ സോ മെനി ഫാദർ സൺ ഡിസഗ്രിമെൻറ്റ്സ് ദേ വർ ബോത്ത് റൈറ്റ്. ഓക്കെ, അതായത് ഒരാൾ പാർട്ടിക്കൽ നേച്ചർ ഉണ്ടെന്നും മറ്റേ ആൾ വേവ് നേച്ചർ ഉണ്ടെന്നുമാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രഹാം ഫാർമലോ പറഞ്ഞ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കോട്ടാണ്. ആൻഡ് ഇൻ സോ മെനി ഫാദർ സൺ ഡിസഗ്രിമെൻറ്റ്സ് ദേ വർ ബോത്ത് റൈറ്റ്. രണ്ടും ശരിയാണ്. ഇലക്ട്രോണിന് പാർട്ടിക്കൽ നേച്ചറും ഉണ്ട്, അതേപോലെ തന്നെ വേവ് നേച്ചറും ഉണ്ട്. അതാണ് നമ്മൾ ഡ്യുവൽ നേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ, നമ്മൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞത് ഇലക്ട്രോണിൻ്റെ ഡൈഫ്രാക്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇലക്ട്രോണിന് മാത്രമല്ല ഡൈഫ്രാക്ഷൻ നടക്കുക. ദ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞത് വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് നോട്ട് എക്സ്ക്ലൂസീവ് ടു ഇലക്ട്രോൺ. ഇലക്ട്രോണിന് മാത്രമല്ല വേവ് നേച്ചർ ഉള്ളത്. എനി പാർട്ടിക്കിൾ വിത്ത് മൊമെൻറ്റം പി ഹാസ് ഡി ബ്രോയി വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു h/p. അപ്പം മൊമെൻറ്റം പി ഉള്ള ഏതൊരു പാർട്ടിക്കിളിനും എന്തുണ്ട്, ഡി ബ്രോയി വേവ് ലെങ്ത് ഉണ്ട്, അത് h/p ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോണിൻ്റെ കേസാണ് നമ്മളിവിടെ പറയുന്നത്. ന്യൂട്രോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് വിത്ത് കൈനറ്റിക് എനർജീസ് കറസ്പോണ്ടിങ് ടു വേവ് ലെങ്ത്സ് ഓഫ് റഫ്ലി 0.1 നാനോമീറ്റർ. അതായത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്നും
പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോട്ടോൺസ്, അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഏകദേശം, അതായത് കൈനറ്റിക് എനർജി വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഈ പറയുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രോൺ ബീമിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 0.1 നാനോമീറ്റർ റേഞ്ചുള്ള വേവ് ലെങ്ത് ഉള്ള ന്യൂട്രോണുകൾ. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത് അറിയാമെങ്കിൽ ഫ്രീക്വൻസി അറിയാം, നമുക്ക് ഈ പറഞ്ഞൊരു ഇതിൻ്റെ വേവ് ലെങ്ത് അറിയാമെങ്കിൽ അതിന് നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ ന്യൂട്രോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് വിത്ത് കൈനറ്റിക് എനർജീസ് കറസ്പോണ്ടിങ് ടു വേവ് ലെങ്ത് ഓഫ് 0.1 നാനോമീറ്റർ. ദീസ് ഓൾസോ ഷുഡ് ബി സ്യൂട്ടബിൾ ഫോർ ഡൈഫ്രാക്ഷൻ ബൈ ക്രിസ്റ്റൽസ്. ഓക്കെ, അതായത് 0.1 നാനോമീറ്റർ റേഞ്ചിൽ വേവ് ലെങ്ത് ഉള്ള ന്യൂട്രോൺസ് ഉപയോഗിച്ചും എന്ത് നടത്താൻ പറ്റും? ഈ പറഞ്ഞ ഇലക്ട്രോൺ ഡൈഫ്രാക്ഷൻ കിട്ടിയതുപോലെ തന്നെ ന്യൂട്രോൺ ഡൈഫ്രാക്ഷൻ പാറ്റേൺസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഹിയർ നമുക്കൊരു ഫിഗർ കാണുന്നുണ്ട്, ഫിഗർ 4.7. ഇറ്റ് ഷോസ് ദാറ്റ് ദ ഡൈഫ്രാക്ഷൻ ഓഫ് ന്യൂട്രോൺസ് ബൈ എ സോൾട്ട് ക്രിസ്റ്റൽ, അതായത് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൽ ഈ പറഞ്ഞ ന്യൂട്രോൺ ബീം ഇൻസിഡൻറ്റ് ചെയ്ത് അതുവഴി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേൺ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള സ്പോട്ട്സ് ആണ് കിട്ടുന്നത്. ഈ സ്പോട്ടുകളെ നമ്മൾ എക്സ്റേ ഡൈഫ്രാക്ഷനിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്പോട്ടുകൾ കിട്ടുന്നതാണ്. ഈ സ്പോട്ടുകളെ നമ്മൾ ലാവോ സ്പോട്ട്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സ്പോട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പം ദീസ് സ്പോട്ട്സ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് the neutron is undergoing diffraction and it is exhibiting the wave nature. ഓക്കെ, അപ്പോൾ ഈ പാറ്റേൺ ന്യൂട്രോണിൻ്റെ കേസിൽ, അതായത് ഇലക്ട്രോൺ നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സ്റേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പാറ്റേൺ ന്യൂട്രോണിൻ്റെ കേസിൽ ഡെവലപ്പ് ചെയ്യുന്നത് ക്ലിഫോർഡ് ഷെല്ലാണ് ഇൻ 1994. സോ ക്ലിഫോർഡ് ഷെല്ലിന് ഷെയർഡ് ദ 1994 നോബൽ പ്രൈസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂട്രോൺ ഡൈഫ്രാക്ഷൻ ടെക്നിക്ക്. അപ്പോൾ ഇങ്ങനെ ന്യൂട്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് ഡൈഫ്രാക്ഷൻ നടത്തിയതിന് 1994 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഡൈഫ്രാക്ഷൻ നടക്കാനുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന വേവിൻ്റെ വേവ് ലെങ്തും എവിടെ നിന്നാണോ ഡൈഫ്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ആ പാർട്ടിക്കിളിൻ്റെ, അല്ലെങ്കിൽ ഏത് പാർട്ടിക്കിളിൽ തട്ടിയിട്ടാണോ ഡൈഫ്രാക്ഷൻ നടക്കുന്നത് ആ പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ സൈസും കമ്പയറബിൾ ആയിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ന്യൂക്ലിയസിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ന്യൂക്ലിയസിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ടു സ്റ്റഡി ദ ന്യൂക്ലിയസ് ഓഫ് ആറ്റം, ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസ് എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യം സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും. സോ ടു സ്റ്റഡി ദ ന്യൂക്ലിയസ് ഓഫ് ആറ്റംസ് മച്ച് സ്മോളർ വേവ് ലെങ്ത് ആർ നീഡഡ്. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഡൈഫ്രാക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ബീമിൻ്റെ വേവ് ലെങ്തും ഈ അപ്പർച്ചറിൻ്റെ സൈസും ഒരേ ഡയമെൻഷനിലായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് ഫെംറ്റോമീറ്റർ ഓർഡറിലാണ്, എന്ന് വെച്ചാൽ 10⁻⁻15 മീറ്റർ ഓർഡറിലാണ്. അങ്ങനെയാണെങ്കിൽ 10⁻⁻15 മീറ്റർ വേവ് ലെങ്ത് വരുന്ന രീതിയിലുള്ള ഒരു ബീം ഈ പറഞ്ഞ ന്യൂക്ലിയസിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഡൈഫ്രാക്റ്റ് ചെയ്യപ്പെടുന്ന ബീമുകൾ, അപ്പോൾ നമുക്കറിയാം 10⁻⁻15 മീറ്റർ വേവ് ലെങ്ത് വരുന്ന ബീമാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് എങ്കിൽ അതുപയോഗിച്ച് ഇവിടെ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൈഫ്രാക്ഷൻ പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഡൈഫ്രാക്ഷൻ പാറ്റേൺസിൽ നിന്ന് നമുക്ക് ഈ ന്യൂക്ലിയസിനെ പറ്റി, അതായത് ഈ അപ്പർച്ചറിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ to study the nuclei of atoms much smaller wavelengths are needed of the order of 10⁻⁻15 മീറ്റർ. കാരണം പറഞ്ഞു ന്യൂക്ലിയസിൻ്റെ ഡയമീറ്റർ 10⁻⁻15 മീറ്റർ ഓർഡറിലാണ്. അതുകൊണ്ട് തന്നെ 10⁻⁻15 മീറ്റർ വേവ് ലെങ്ത് റേഞ്ച് വരുന്ന ബീം വേണം യൂസ് ചെയ്യാനായിട്ട്. സോ ദിസ് ഫിഗർ 4.8, അതായത് ഈ കാണുന്ന ഫിഗർ, ഓക്കെ, ഇറ്റ് ഷോസ് ദ ഡൈഫ്രാക്ഷൻ പാറ്റേൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്കാറ്ററിംഗ് ഓഫ് 1 giga electron volt kinetic energy protons by oxygen nuclei. അപ്പോൾ ഒരു ഓക്സിജൻ ന്യൂക്ലിയൈ, നമ്മളിവിടെ എടുക്കുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഓക്സിജൻ ന്യൂക്ലിയാണ്. ഈ ഓക്സിജൻ ന്യൂക്ലിയയിലേക്ക് 1 giga electron volt കൈനറ്റിക് എനർജി വരുന്ന നമ്മൾ ഈ പറഞ്ഞ പ്രോട്ടോൺസ്, ഓക്കെ, 1 giga electron volt കൈനറ്റിക് എനർജി വരുന്ന പ്രോട്ടോൺ ബീമുകൾ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്ത് ഇവിടുന്ന് ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നു. അപ്പോൾ ആ പാറ്റേൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ പാറ്റേണിൽ നമുക്ക് എന്തുണ്ട്? ഇതുണ്ടോ, ഇങ്ങനെയുള്ള മാക്സിമകളും മിനിമകളും കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമയും മിനിമയും കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഈ കിട്ടുന്നത് എന്താണ്? ഒരു ഡൈഫ്രാക്ഷൻ പാറ്റേൺ ആണെന്നുള്ളതാണ്. ഓക്കെ, സോ the maxima and minima of the diffracted intensity appear in a pattern similar to the single slit diffraction. അപ്പോൾ ഒരു സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ, നമ്മളൊരു സ്ലിറ്റിൽ കൂടി ഡൈഫ്രാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതേ രീതിയിലുള്ള മാക്സിമകളും മിനിമകളുമാണ്. അപ്പോൾ മാക്സിമ മിനിമ കറസ്പോണ്ട്സ് ടു ദ ഡൈഫ്രാക്ഷൻ. സോ ദ ഇൻറ്റൻസിറ്റി അറ്റ് ദ മിനിമ ഡസ് നോട്ട് ഫാൾ ടു 0 ബിക്കോസ് ന്യൂക്ലിയർ ഡു നോട്ട് ഹാവ് ഷാർപ്പ് ബൗണ്ടറി. ഓക്കെ, സോ എനിവേ നമ്മൾ
ആ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് പോവേണ്ടതില്ല. നമുക്ക് ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇവിടെ ഒരു ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടി ന്യൂക്ലിയസിൻ്റെ ഡയമീറ്റർ 10⁻⁻15 മീറ്റർ ഓർഡറിലായതുകൊണ്ട് അതേ ഓർഡറിലുള്ള വേവ് ലെങ്ത് ഉള്ള പ്രോട്ടോൺ ബീമുകൾ ഉപയോഗിച്ച് ഇതിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് ന്യൂക്ലിയസിൽ തട്ടി ഈ പറഞ്ഞ സ്കാറ്റർ ചെയ്യപ്പെടുന്ന ബീമുകളുടെ ഒരു ഡൈഫ്രാക്ഷൻ പാറ്റേൺ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്ത പാറ്റേൺ ആണ് ഇവിടെ കിട്ടിയത്. ഇതിൽ മാക്സിമകളും മിനിമകളും ഉണ്ട്. അങ്ങനെ മാക്സിമം മിനിമം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ പ്രോട്ടോൺ ബീം എന്ത് ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട്. അപ്പോൾ ഈ 10⁻⁻15 മീറ്റർ ആണ് ന്യൂക്ലിയസിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ റേഞ്ചിലുള്ള വേവ് ലെങ്ത് വേണം ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന പ്രോട്ടോൺ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് കൈനറ്റിക് എനർജി നമ്മൾ ചൂസ് ചെയ്യുന്നത്. കാരണം കൈനറ്റിക് എനർജി 1 ജിഗാ ഒരു പ്രോട്ടോൺ ബീം വിത്ത് കൈനറ്റിക് എനർജി 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് കറസ്പോണ്ട്സ് ടു ദ വേവ് ലെങ്ത് ഇൻ ദ ഓർഡർ ഓഫ് 10⁻⁻15 മീറ്റർ. അതായത് നമ്മൾ 1.67 × 10⁻⁻27 കിലോഗ്രാമാണ് പ്രോട്ടോണിൻ്റെ മാസ്. 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് കൈനറ്റിക് എനർജി ഉള്ള പ്രോട്ടോൺ ബീം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേവ് ലെങ്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ ഓർഡറിൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ കൈനറ്റിക് എനർജി ചൂസ് ചെയ്യാനുള്ള കാരണം. അത് നമ്മൾ നേരത്തെയുള്ള കാൽക്കുലേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അത് നമ്മൾ ചെയ്യും. നൗ സോ ഇങ്ങനെ ഈ പാറ്റേൺ, ഈ ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ന്യൂക്ലിയർ സൈസസ് ഫ്രം സച്ച് ഡൈഫ്രാക്ഷൻ പാറ്റേൺ. അപ്പോൾ ഈ പറഞ്ഞ ഡൈഫ്രാക്ഷൻ പാറ്റേണിൽ നിന്ന് നമുക്ക് ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ ന്യൂക്ലിയർ ഫിസിക്സ് ഒക്കെ ഒരു പക്ഷേ PG ലെവൽ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾക്ക് ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കാനുണ്ട്. അതിലൊരു പക്ഷേ അത്ര ഡെപ്തിലേക്ക് പോയില്ലെങ്കിൽ പോലും PG ലെവലിൽ നിങ്ങൾക്കത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, എങ്ങനെയാണ് ഈ ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് ന്യൂക്ലിയർ സൈസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, നോ ഇവിടെ ഇതൊരു കാൽക്കുലേഷനാണ് പറയുന്നത്, ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ പ്രോബ്ലത്തോട് വളരെ സിമിലറാണ്. പ്രോട്ടോൺസ് ഓഫ് കൈനറ്റിക് എനർജി 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് were diffracted by oxygen nuclei which have a radius of 3 femtometer to produce the data shown in figure 4.8. അത് നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച ഗ്രാഫാണ്. Calculate the expected angles where the first 3 diffraction minima should appear. അതായത് 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് കൈനറ്റിക് എനർജി വരുന്ന പ്രോട്ടോൺ, നമ്മൾ മുമ്പേ പറഞ്ഞ കേസ് അതാണ്. 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് കൈനറ്റിക് എനർജി വരുന്ന പ്രോട്ടോണിനെ 10⁻⁻15 മീറ്റർ ഓർഡറിലുള്ള ഒരു ന്യൂക്ലിയസിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്ത് അവിടെ നിന്നും ഡൈഫ്രാക്ഷൻ നടക്കുന്നു. ആ ഡൈഫ്രാക്ഷൻ പാറ്റേണിനെ പറ്റിയിട്ടാണ് മുമ്പ് പറഞ്ഞത്. ഇവിടെ അതാണ് പറയുന്നത്. 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് കൈനറ്റിക് എനർജി ഉള്ളൊരു പ്രോട്ടോൺ, ന്യൂക്ലിയസിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 3 ഫെംറ്റോമീറ്റർ ആണ്. അതുപയോഗിച്ച് ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേണിൻ്റെ എന്താണ് എക്സ്പെക്റ്റഡ് ആംഗിൾസ്, ആദ്യത്തെ 3 ഡൈഫ്രാക്ഷൻ മിനിമ, ഓക്കെ, ഫസ്റ്റ് 3 ഡൈഫ്രാക്ഷൻ മിനിമ വരുന്ന ആംഗിളുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് കൈനറ്റിക് എനർജി വരുന്ന പ്രോട്ടോണിൻ്റെ വേവ് ലെങ്ത് എത്രയാണെന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, ഈ പ്രോബ്ലം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓൾറെഡി അവിടെ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് നമ്മൾ ആദ്യമേ വേവ് ലെങ്ത് കാണാനുള്ള ഒരു ഇക്വേഷനൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പം ഞാനതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക്, അതായത് ഇവിടെ ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ മറ്റൊരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ആദ്യം പഠിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ രീതിയിൽ അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്കറിയാം കൈനറ്റിക് എനർജി തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ വി നോ ദാറ്റ് ലാംഡ ഇസ് ഈക്വൽ ടു HC, റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷനാണ് നമ്മൾ എടുക്കുന്നത്. HC ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ഇൻറ്റു കൈനറ്റിക് എനർജി പ്ലസ് 2m0c² ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മളിവിടെ റിലേറ്റിവിസ്റ്റിക് കാൽക്കുലേഷനാണോ നോൺ റിലേറ്റിവിസ്റ്റിക് കാൽക്കുലേഷനാണോ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് അറിയണം. ഇനി റിലേറ്റിവിസ്റ്റിക് എവിടെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്ന റിലേറ്റിവിസ്റ്റിക് ആണ്. പക്ഷേ ചില കേസുകളിൽ റിലേറ്റിവിസ്റ്റിക് ഉപയോഗിക്കേണ്ടാത്ത കേസുകളിൽ നോൺ റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ആണെങ്കിൽ കാൽക്കുലേഷൻ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ റിലേറ്റിവിസ്റ്റിക് ആണോ നോൺ റിലേറ്റിവിസ്റ്റിക് ആണോ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളിവിടെ പ്രോട്ടോൺ ബീമാണ് എടുക്കുന്നത്. പ്രോട്ടോൺ ബീമിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.67 × 10⁻⁻27 കിലോഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റെസ്റ്റ് എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് 1.67 × 10⁻⁻27 മൾട്ടിപ്ലൈഡ് വിത്ത് 3 × 10⁻⁸ MC² അല്ല, 3 × 10⁻⁸ ഹോൾ സ്ക്വയർ. ഓക്കെ,
ഇത്രയും ജൂൾ എന്ന് വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണ് അത്രയും ജൂൾ എന്ന് വെച്ചാൽ നമുക്കിത് 15.03 ഇൻറ്റു 10⁻⁻11 ജൂൾ എന്ന് വരും. ഇനി ഇതിനെ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ ഇപ്പോൾ കിട്ടാൻ പോകുന്നത് ഏതിലായിരിക്കും? നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും കിട്ടുക. എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു 9.39 ഇൻറ്റു 10⁻8 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. ഓർ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് 0.939 ഇൻറ്റു 10⁻9 ഇലക്ട്രോൺ വോൾട്ട്, ഓർ ദിസ് ഈസ് 0.939 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. 10⁻9 ജിഗ എന്ന് വിളിക്കുക. അപ്പോൾ 0.939 ജിഗാ ഇലക്ട്രോൺ വോൾട്ട്, അതായത് നമ്മൾ റഫായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.94 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് പറയാം. അപ്പോൾ 0.94 ജിഗാ ഇലക്ട്രോൺ വോൾട്ടാണ് ഈ പറഞ്ഞ പ്രോട്ടോണിൻ്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് പറഞ്ഞിരുന്നത് 0.511 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് 0.511 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. പ്രോട്ടോണിൻ്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് 0.94 ജിഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കുക, നമുക്ക് റിലേറ്റിവിസ്റ്റിക് കേസാണോ നോൺ റിലേറ്റിവിസ്റ്റിക് കേസാണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാൻ നമ്മൾ കമ്പയർ ചെയ്യുന്ന എന്താണ്? ഈ റെസ്റ്റ് എനർജിയും അതേപോലെ കൈനറ്റിക് എനർജിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. നമുക്കിവിടെ പ്രോട്ടോണിൻ്റെ റെസ്റ്റ് എനർജി 0.94 ജിഗാ ഇലക്ട്രോൺ വോൾട്ടാണെന്ന് കിട്ടി. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രോട്ടോണിൻ്റെ കൈനറ്റിക് എനർജി 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, കമ്പയറബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഏത് കാൽക്കുലേഷനുമായിട്ട് പ്രൊസീഡ് ചെയ്യണം? റിലേറ്റിവിസ്റ്റിക് കാൽക്കുലേഷൻ നമ്മളിവിടെ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ വി ഷുഡ് പ്രൊസീഡ് വിത്ത് ദ റിലേറ്റിവിസ്റ്റിക് കാൽക്കുലേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണം. നൗ നമ്മൾ എങ്ങനെ ഇത് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അതിനായിട്ട് നമുക്കിവിടെ നമ്മൾ എക്സ്പ്രഷൻ പറഞ്ഞു, ലാംഡ എന്ന് പറയുന്നത് HC ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ഇൻറ്റു കൈനറ്റിക് എനർജി പ്ലസ് 2m0c² ആണ്. അപ്പോൾ നമുക്ക് HCയുടെ വാല്യൂ അറിയാം. HC എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 1240 MeV/FM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. MeV/FM ഡിവൈഡഡ് ബൈ ഇതിനെ എനിക്ക് സ്ക്വയർ റൂട്ട് ഓഫ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട്. നൗ വീണ്ടും ഇവിടെ 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് പ്ലസ് 2m0c² എന്ന് പറഞ്ഞാൽ അത് ഞാൻ 2m0c² ആണ്. അപ്പോൾ 2 ഇൻറ്റു m0c² നമ്മൾ 0.94 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് 0.94 ജിഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇത്രയും കാര്യങ്ങൾ റൂട്ടിനകത്ത് വരും. ഓക്കെ, സോ ഞാനിവിടെ താഴെ എല്ലാം ജിഗ കിടക്കുന്നതുകൊണ്ട് ഞാൻ മേളിലുള്ളതിനെ ജിഗയിലേക്ക് മാറ്റുന്നു. സോ ഇതിനെനിക്ക് 1240 എന്നുള്ളത് 1.240 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. അപ്പം മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ ഓൾറെഡി ഒരു മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 10⁻6 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഈ 1.240 ഇൻറ്റു 10⁻³ വരുമ്പം അതും കൂടെ കൂട്ടുമ്പോൾ ഇത് 1.240 ഇൻറ്റു 10⁻9 വരും. ഓർ 1.240 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് FM ആണെന്ന് എഴുതാം. ഓക്കെ, ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എനിക്കിവിടെ ഇതിനകത്ത് മൊത്തത്തിനകത്തൊരു ജിഗാ ഇലക്ട്രോൺ വോൾട്ടിനെ പുറത്തേക്ക് എടുക്കാം. ഇവിടെ ഒരു ജിഗാ ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ GeV² വരും. അതിനെ റൂട്ടിന് പുറത്തേക്ക് എടുക്കുമ്പോൾ GeV ആയിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 0.94. ഓക്കെ, 2 ഇൻറ്റു 0.94 എന്ന് പറയുന്നത് നമുക്ക് 1.88 എന്ന് വരും. അപ്പോൾ ഞാനിവിടെ ഈ റൂട്ടിൻ്റെ പുറത്തേക്ക് എനിക്ക് ഒരു ജിഗാ ഇലക്ട്രോൺ വോൾട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഈ റൂട്ടിൻ്റെ പുറത്തേക്ക് ഒരു ജിഗാ ഇലക്ട്രോൺ വോൾട്ട് വരും. അപ്പോൾ ഈ GeVയും തമ്മിൽ എന്തായി പോയിക്കോളും? ക്യാൻസലായി പോയിക്കോളും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1.240 ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് വരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2.88 എന്ന് വരും. അതായത് ദിസ് ഈസ് 1.697 വരും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഫെംറ്റോമീറ്റർ എന്ന് വരും. എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു 0.730 ഫെംറ്റോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് കൈനറ്റിക് എനർജി വരുന്ന ഒരു പ്രോട്ടോൺ ബീമിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ കാൽക്കുലേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ 0.73 FM എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേറൊരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തു. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. സോ നമുക്കത് 0.73 FM എന്ന് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനെയുള്ള പ്രോട്ടോൺസ് ഉപയോഗിച്ച് ഒരു ഡൈഫ്രാക്ഷൻ പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്താൽ
അവിടെ കിട്ടുന്ന ആദ്യത്തെ 3 ഡൈഫ്രാക്ഷൻ മിനിമയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനായിട്ട് ഒരു എക്സ്പ്രഷൻ നമ്മൾ ഡയറക്റ്റ് എടുക്കുകയാണ്. അതായത് ഇതാണ് കാര്യം. വി ക്യാൻ റെപ്രസെൻറ്റ് ദി ഓക്സിജൻ ന്യൂക്ലിയസ് സർക്കുലർ ഡിസ്ക്. ഇവിടെ എന്താ കേസ് എന്താണ്? ഇവിടെ ഓക്സിജൻ ന്യൂക്ലിയ ഉണ്ട്. ഈ ഓക്സിജൻ ന്യൂക്ലിയയിലേക്ക് പ്രോട്ടോൺ ബീം ഇൻസിഡൻറ്റ് ചെയ്ത് ഇവിടെ നിന്നും സ്കാറ്റർ ചെയ്യപ്പെടുന്ന പ്രോട്ടോൺ ബീം ഡൈഫ്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ന്യൂക്ലിയസ് കാരണമാണ് ഇവിടെ ഈ പറഞ്ഞ ഡൈഫ്രാക്ഷൻ നടന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ, ഡബിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ, അതേപോലെ ഈ അപ്പർച്ചറിൻ്റെ ഡയമെൻഷനൊക്കെ അനുസരിച്ച് നമ്മുടെ ഡൈഫ്രാക്ഷൻ്റെ ഇക്വേഷൻ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഓക്സിജൻ ന്യൂക്ലിയ എന്ന് പറയുന്നത് നമ്മളൊരു സർക്കുലാർ ഡിസ്ക് ആണ് എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതൊരു സർക്കുലാർ ഡിസ്ക് ആണെന്ന് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓക്സിജൻ ന്യൂക്ലിയനെ കൃത്യമായിട്ടുള്ള ഒരു സർക്കുലാർ ഡിസ്ക് ആണ് എന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർക്കുലാർ ഡിസ്കിൽ നിന്നും ഡൈഫ്രാക്ഷൻ നടക്കുമ്പോഴുള്ള അതിൻ്റെ ഡൈഫ്രാക്ഷൻ മിനിമ കിട്ടാനുള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ സൈൻ തീറ്റ ഈക്വൽ ടു 1.22 ലാംഡ. മേ ബി നിങ്ങളിത് ഒപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. സോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഓർത്തിരിക്കുക. സോ ദ ഇക്വേഷൻ ദാറ്റ് കറസ്പോണ്ട്സ് ടു ദ ഡൈഫ്രാക്ഷൻ മിനിമ of a diffraction from a circular disk is A sin theta is equal to 1.22 n lambda ആണ്. where n is the order of diffraction, lambda is the wavelength of the beam and theta എന്ന് പറയുന്നത് it is the angle of diffraction. അതേപോലെ A എന്ന് പറയുന്നത് it is the diameter of the diffracting object ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ A sin theta നമ്മുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഇതാണ്. So we have condition for the diffraction minima as A sin theta is equal to 1.22 n lambda. ഇതാണ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് സൈൻ തീറ്റ എന്ന് പറയുന്നത് 1.22 n ലാംഡ ഡിവൈഡഡ് ബൈ എ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണേണ്ടത് തീറ്റയാണ്. കറസ്പോണ്ടിങ് ടു ദി ആദ്യത്തെ 3 ഡൈഫ്രാക്ഷൻ മിനിമ എന്നാണ് പറഞ്ഞത്. അതായത് n ഈക്വൽ ടു 1, n ഈക്വൽ ടു 2, n ഈക്വൽ ടു 3. ഇതിന് 3നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള തീറ്റ വാല്യൂ ആണ് കാണേണ്ടത്. സോ ഞാൻ കേസ് 1 എടുക്കുന്നു. കേസ് 1 എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 1. n ഈക്വൽ ടു 1 ആവുമ്പോൾ ഇവിടെ സൈൻ തീറ്റ എന്ന് പറയുന്നത് 1.22 ഇൻറ്റു 1 ഇൻറ്റു പ്രോട്ടോൺ ബീമിൻ്റെ വേവ് ലെങ്ത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് 0.73 ഫെംറ്റോമീറ്റർ ആണെന്ന് കിട്ടിയിരുന്നു. ഡിവൈഡഡ് ബൈ ഡയമീറ്റർ. എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് എ. ഹിയർ എ ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ഡൈഫ്രാക്റ്റിംഗ് ഒബ്ജക്റ്റ്. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓക്സിജൻ ന്യൂക്ലിയയുടെ റേഡിയസ് 3 ഫെംറ്റോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഡൈഫ്രാക്റ്റിംഗ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ന്യൂക്ലിയാണ്. അപ്പോൾ ഓക്സിജൻ ന്യൂക്ലിയയുടെ റേഡിയസ് 3 ഫെംറ്റോമീറ്റർ ആണെന്ന് പറഞ്ഞാൽ ഡയമീറ്റർ എത്രയാണ്? ഈ 6 ഫെംറ്റോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് 6 ഫെംറ്റോമീറ്റർ ആണെന്ന് കിട്ടും. ഓക്കെ, 6 ഫെംറ്റോമീറ്റർ. അപ്പോൾ ഇവിടെ ഈ എഫ് എമ്മും ഈ എഫ് എമ്മും തമ്മിൽ ക്യാൻസൽ ആവും. നമ്മൾ 1.22 ഇൻറ്റു 0.73 ഡിവൈഡഡ് ബൈ 6 ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.148 എന്ന് കിട്ടും. സൈൻ തീറ്റ 0.148 ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് 0.148 എന്ന് വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 8.5 ഡിഗ്രി എന്ന് കിട്ടും. നൗ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് n ഈക്വൽ ടു 2 ആണ്. ഓക്കെ, n ഈക്വൽ ടു 2 ആണെങ്കിൽ ഇവിടുത്തെ ഈ 1ന് പകരം 2 കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സൈൻ തീറ്റ എന്ന് പറയുന്നത് 0.148ൻ്റെ 2 ടൈംസ്, അതായത് 0.296 എന്ന് കിട്ടും. ഇതിനകത്ത് നിന്ന് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് 17.2 ഡിഗ്രി എന്ന് കിട്ടും. നമ്മുടെ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് n ഈക്വൽ ടു 3 ആണ്. n ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 0.148ൻ്റെ 3 ടൈംസ്, അതായത് 0.444 എന്ന് കിട്ടും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തീറ്റ എന്ന് പറയുന്നത് 26.4 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ മിനിമ കിട്ടിയത് 8.5 ഡിഗ്രിയിലാണ്, രണ്ടാമത്തെ മിനിമ 17.2 ഡിഗ്രിയിലാണ്, മൂന്നാമത്തേത് 26.4ലാണ്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഗ്രാഫായിരുന്നു നമ്മൾ ആദ്യം ഇവിടെ കണ്ടത്. ഓക്കെ, ഇവിടെ കണ്ടത് എന്തായിരുന്നു? ഇതേപോലെ 1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് കൈനറ്റിക് എനർജിയുള്ള പ്രോട്ടോൺ ഓക്സിജൻ ന്യൂക്ലിയയിൽ ഇൻസിഡൻറ്റ് ചെയ്ത് അവിടെ സ്കാറ്ററിങ് നടന്ന് അവിടെ ഉണ്ടാവുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേൺ, ആ ഡൈഫ്രാക്ഷൻ പാറ്റേണിൻ്റെ മിനിമം മാക്സിമയാണ് നമുക്ക് ഈ കർവിലുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ കർവ് അനുസരിച്ച് ഇതിൻ്റെ ആദ്യത്തെ ഡൈഫ്രാക്ഷൻ മിനിമ വരുന്നത് ഏകദേശം ഇവിടെയാണ്, രണ്ടാമത്തെ ഡൈഫ്രാക്ഷൻ മിനിമ വരുന്നത് ഏറെക്കുറെ ഇവിടെയാണ്, മൂന്നാമത്തെ ഡൈഫ്രാക്ഷൻ മിനിമ വരുന്നത് ഏറെക്കുറെ ഇവിടെയാണ്. നിങ്ങൾ നോക്കിയറിയാം ഇത് ഏകദേശം ഒരു 10 ഡിഗ്രിക്കടുത്ത്
ആണ് എറൗണ്ട് വരുന്നത്. നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ ഇതിനകത്ത്. ഇത് ഏകദേശം ഒരു 18 ഡിഗ്രിക്ക് അടുത്താണ് വരുന്നത്. ഇത് ഏകദേശം ഒരു 27 ഡിഗ്രിയോട് അടുപ്പിച്ചാണ് വരുന്നത്. ഓക്കെ, 10, 18, 27 ആദ്യത്തെ 3 മിനിമം കിട്ടുന്നത്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയേ? 10, 8.5. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞത് എത്രയായിരുന്നു? ഇവിടെ 18ഉം 27ഉമാണ് പറഞ്ഞത്. 18ന് പകരം നമുക്കിവിടെ എത്ര കിട്ടുന്നുണ്ട്? 17.2. 27ന് പകരം 26.4 എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെരിമെൻറ്റ്, ആ കർവ് എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ കർവാണ്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റൽ കർവ് വഴി ഒരു പ്രോട്ടോണിൻ്റെ ഡൈഫ്രാക്ഷൻ മിനിമ അല്ലെങ്കിൽ മാക്സിമ ഒരു എക്സ്പെരിമെൻ്റൽ കർവ് വഴി കിട്ടിയതാണത്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇത് നമ്മൾ ഡി ബ്രോയി ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ചുകൊണ്ട്, ഡി ബ്രോയി ഹൈപ്പോത്തിസിസ് എന്ന് കിട്ടിയ ഇക്വേഷനാണ് ലാംഡ ഈക്വൽ ടു HC ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ഇൻറ്റു കൈനറ്റിക് എനർജി പ്ലസ് 2m0c² എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡി ബ്രോയി ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ചുകൊണ്ട് സെയിം കാര്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് കിട്ടിയതും അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഡി ബ്രോയി ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോട്ടോൺ ബീം ഓക്സിജൻ ന്യൂക്ലിയസിൽ ഇൻസിഡൻറ്റ് ചെയ്ത് അവിടെ നിന്നുണ്ടാവുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേണിൽ നിന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡൈഫ്രാക്ഷൻ മിനിമകളും എക്സ്പെരിമെൻ്റ് വഴി കിട്ടുന്ന ഡൈഫ്രാക്ഷൻ മിനിമകളും ഒരേ ആംഗിളിലാണെന്നുള്ളത് നമുക്ക് കിട്ടി. സോ ദിസ് ഡി ബ്രോയി ഹൈപ്പോത്തിസിസ് ഈസ് വെരി വെൽ ഇൻ എഗ്രിമെൻറ്റ് വിത്ത് the experimental or the experiment which conducted for studying the wave nature of proton beam. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോണിൻ്റെ കേസിലുള്ള ഡൈഫ്രാക്ഷൻ പറഞ്ഞു, ന്യൂട്രോണിൻ്റെ കേസിലുള്ള ഡൈഫ്രാക്ഷൻ പറഞ്ഞു, പ്രോട്ടോണിൻ്റെ കേസിലുള്ള ഡൈഫ്രാക്ഷൻ പറഞ്ഞു. ഇതിനൊക്കെ അസോസിയേറ്റ് ചെയ്ത് എന്തുണ്ട്? വേവ് നേച്ചർ ഉണ്ട്. സോ എവറി മെറ്റീരിയൽ പാർട്ടിക്കിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ വേവ് ദാറ്റ് ഈസ് കോൾഡ് ദ മാറ്റർ വേവ് whose wavelength is lambda is equal to h divided by p. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.